ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കടച്ചക്ക മസാലക്കറിയാണ് കേട്ടോ. നമ്മുടെ പൊട്ടറ്റോയും കടച്ചക്കയും ചേർത്ത് നല്ലൊരു അടിപൊളി മസാലക്കറി. ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഒരു കടച്ചക്ക വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 3-4 റെസിപ്പി ചെയ്യാം നമുക്ക്. അങ്ങനെ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കടച്ചക്ക മസാലക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കടച്ചക്കയുടെ 4 ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ എന്ന് പറയുമ്പോൾ നമ്മൾ കറിക്ക് കട്ട് ചെയ്യുന്ന സാധാരണ വലിപ്പത്തിൽ തന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്, ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മീഡിയം വലിപ്പമുള്ള സവോള. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മസാല അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, ഇത് കുക്കറിൽ വേവിക്കണമെങ്കിൽ കുക്കറിൽ വേവിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കടച്ചക്ക കട്ട് ചെയ്തത് 2ഉം ചേർക്കുന്നുണ്ട്. 2ഉം ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ സവോളയും ചേർക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിലാണെങ്കിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, വളരെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി വറവിടുമ്പോഴൊക്കെ കറിവേപ്പില ചേർക്കും. ആവശ്യത്തിന് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മതി. ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാല അരയ്ക്കാനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. മസാലക്കറി ആവുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് മസാലക്കറിക്കാണ്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് മസാലക്കറിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യട്ടെ. നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് നമ്മുടെ മസാല റെഡിയാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 2 പീസ് പട്ട, ഒരു 4 ഗ്രാമ്പു, ഇത്രയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും നമ്മുടെ മസാലക്കറിക്ക് നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കുമ്പോൾ ആ പൊടികൾ കുക്കായി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിന് തേങ്ങയുടെ കളർ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വേറെ ഇതിലേക്ക് ഇപ്പോൾ ഒന്നും ചേർക്കാനില്ല. നമുക്കിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി തേങ്ങ ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മുടെ പാനിൻ്റെ ചൂടിൽ മല്ലിപ്പൊടിയും പെരിഞ്ജീരകവും കുക്കായിക്കോളും. പെരിഞ്ജീരകം കുക്കാവേണ്ട ആവശ്യമില്ല, മല്ലിപ്പൊടി നന്നായിട്ട് കുക്കായി വന്നോളും. ഇതിൽ ഒരുപാട് മസാലകൾ ചേരാത്തത് കൊണ്ടാണ് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ഗരം മസാല കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മല്ലിപ്പൊടി ഒന്ന് കുക്കായി ചൂട് മാറി വരുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ആ സമയമാകുമ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കടച്ചക്കയും ഉരുളക്കിഴങ്ങും സവോളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതനുസരിച്ച് വെള്ളം ചേർക്കുക. ഞാൻ ഒരുപാട് ഗ്രേവിയുള്ള രീതിയിലല്ല ചെയ്യുന്നത്, കുറച്ച് കുറുകിയിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്കിനി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കണം, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. കറി ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളച്ചാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ തേങ്ങ വറുത്തരച്ചാണെങ്കിലും ആ വെള്ളത്തിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഈ സമയത്ത് നമുക്ക് വറവിടാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റായി തിളച്ചു തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. വറവിടാനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ.
അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 3 വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലക്കറിയുടെ പരിപാടി. ഉരുളക്കിഴങ്ങും കടച്ചക്കയും കൂട്ടി ഇതുപോലൊരു മസാല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. നല്ലൊരു കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ, അതുപോലെ അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ. ഇനി ഈ കറി ഒന്ന് അടച്ചു വയ്ക്കുക. ചൂട് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെയാണ് ഇഷ്ടമായത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി ഇത് അടച്ച് വയ്ക്കാൻ പോവാണ്. നമ്മുടെ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.